സ്വന്തമായിട്ടൊരു ബിസിനസ്, നല്ല വരുമാനം, സാമ്പത്തിക സ്വാതന്ത്ര്യം, ഇതൊക്കെ ആരാണ് ആഗ്രഹിക്കാത്തത്, അല്ലേ? മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അതായത് MLM നമുക്ക് മുന്നിൽ വെക്കുന്ന വാഗ്ദാനങ്ങൾ ഇതൊക്കെയാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഈ വാഗ്ദാനങ്ങൾക്കപ്പുറം ഒരു ഇസ്ലാമിക സാമ്പത്തിക കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഈ കച്ചവടത്തിൻ്റെ യഥാർത്ഥ രൂപം എന്താണ്? നമുക്കതൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ഉത്തരം കണ്ടെത്താൻ പോകുന്ന പ്രധാന ചോദ്യം ഇതാണ്. ഒരു ഭാഗത്ത് വലിയ സാമ്പത്തിക നേട്ടങ്ങളുടെ സ്വപ്നങ്ങൾ, മറുവശത്ത് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളും ചിട്ടകളും. അപ്പോൾ ഈ MLM എന്ന ബിസിനസ് മോഡൽ അത് ഇസ്ലാമികമായി ശരിയാണോ, അതോ ഇതിലെന്തെങ്കിലും ഹറാമായ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? വരൂ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് MLMഉം സാധാരണ കച്ചവടവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം. ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഇതും ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന ഏർപ്പാടായിട്ടൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെ ഘടന, അതിൻ്റെ ഒരു രീതി, അത് വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ശരിക്കും പ്രൊഡക്റ്റ് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പുതിയ ആളുകളെ ഈ നെറ്റ്വർക്കിലേക്ക് ചേർക്കുന്നതിനാണ്. ഇതൊന്ന് നോക്കിക്കേ. ഒരു സാധാരണ കച്ചവടത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരു സാധനം ഉണ്ടാക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങുന്ന ആളുടെ കയ്യിലെത്തുമ്പോൾ ആ ഇടപാട് അവിടെ കഴിഞ്ഞു, അല്ലേ? പക്ഷേ MLMൽ അങ്ങനെയല്ല. അവിടെ ഒരു സാധനം വാങ്ങുന്ന ആള് തന്നെ അതിൻ്റെ ഒരു വിതരണക്കാരനായി മാറുകയാണ്. പിന്നെ അയാളുടെ പ്രധാന ജോലി എന്താ? വേറൊരാൾക്ക് ഈ സാധനം വിൽക്കുക എന്നതിലുപരി അയാളെയും ഈ നെറ്റ്വർക്കിൻ്റെ ഒരു കണ്ണിയാക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ആ ഫോക്കസ് ഉൽപ്പന്നത്തിൽ നിന്ന് മാറി മുഴുവനായും ആളെ ചേർക്കുന്നതിലേക്ക് മാറുന്നു. ശരി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇസ്ലാമിക സാമ്പത്തിക നിയമങ്ങൾ വെച്ച് MLMനെ ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കുമ്പോൾ പ്രധാനമായും 5 നിഷിദ്ധമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 1. ഗറർ. പിന്നെ റിബ, മൈസിർ, ഒരു കച്ചവടത്തിൽ തന്നെ 2 ഇടപാടുകൾ വരുന്നത്. പിന്നെ അവസാനമായി അന്യായമായി മറ്റൊരാളുടെ പണം കൈവശപ്പെടുത്തുന്നത്. ഇവ ഓരോന്നും ഈ MLMൽ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഗറർ. എന്താണ് ഈ ഗറർ? സിമ്പിളായി പറഞ്ഞാൽ അനിശ്ചിതത്വം. അതായത് നമ്മളൊരു ഇടപാടിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ അവസാനം എന്താവും, എന്ത് കിട്ടുമെന്നതിനെക്കുറിച്ചൊരു വ്യക്തതയില്ലാത്ത അവസ്ഥ. സുഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ പ്രവാചകൻ ഇത്തരം അനിശ്ചിതത്വമുള്ള കച്ചവടങ്ങളെ നിരോധിച്ചിട്ടുണ്ട്. കാരണമെന്താ? ഇസ്ലാമിൽ ഏത് ഇടപാടും വളരെ സുതാര്യമായിരിക്കണം. അതാണ് അടിസ്ഥാനം. അപ്പോൾ ഈ ഗാരർ അല്ലെങ്കിൽ അനിശ്ചിതത്വം MLMൽ എങ്ങനെയാണ് വരുന്നത്? ഒന്നാമത്തെ കാര്യം, നിങ്ങളിതിൽ കുറച്ച് പണം മുടക്കുന്നു. പക്ഷേ അതിനെന്തു പ്രതിഫലം കിട്ടും, എപ്പോ കിട്ടും എന്നതിനെക്കുറിച്ച് വല്ല ഉറപ്പുമുണ്ടോ? ഇല്ല. രണ്ടാമതായി, നിങ്ങളുടെ വരുമാനം പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലല്ല. അത് നിങ്ങൾ ചേർക്കുന്ന ആളുകളുടെ പ്രകടനത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. അവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, കണക്കുകൾ വെച്ച് നോക്കിയാൽ ഈ സിസ്റ്റത്തിൽ ഭൂരിഭാഗം പേർക്കും വിജയിക്കാൻ കഴിയില്ല. പക്ഷേ ഈ സത്യം ആളുകളിൽ നിന്നും മറച്ചുവെച്ചിട്ടാണ് അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് വളരെ വ്യക്തമായ ഗാരറാണ്. ഇനി രണ്ടാമത്തേത് റിബ, അതായത് പലിശ. നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപങ്ങളിലൊന്നാണിത്. സൂറത്തുൽ ബഖറയിലെ 275 ആയത്തിൽ അല്ലാഹു വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അല്ലാഹു കച്ചവടം അനുവദിക്കുകയും പലിശ നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. നമ്മൾ സാധാരണ പലിശ എന്ന് കേൾക്കുമ്പോൾ കടം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ഓർക്കുക. പക്ഷേ പണത്തിന് പകരം പണം കൈമാറുമ്പോൾ അതിലെ ഏറ്റക്കുറച്ചിലുകൾ വന്നാലും അത് റിബയുടെ പരിധിയിൽ വരും. അപ്പോൾ MLMൽ ഈ പലിശയുടെ ഘടകം എവിടെയാണ് വരുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ ആദ്യം ഒരു ചെറിയ തുക, ഒരു ജോയിനിങ് ഫീ പോലെ കൊടുക്കുന്നു. എന്തിനാ? ഭാവിയിൽ ഒരു വലിയ തുക കമ്മീഷനായി കിട്ടും എന്ന പ്രതീക്ഷയിൽ. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് പണത്തിന് പകരം പണം എന്ന ഇടപാടാണ്. ആ ഇടയ്ക്ക് വെക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അത് പലപ്പോഴും ഈ പലിശ ഇടപാടിനെ മറച്ചുവെക്കാനുള്ള ഒരു ഹീല, അതായത് ഒരു മറ മാത്രമാണ്. പോരാത്തതിന് ഈ പ്രൊഡക്റ്റുകൾക്ക് മാർക്കറ്റിലുള്ളതിനേക്കാൾ ഭയങ്കര വിലയായിരിക്കും. ആ അധികമായി വാങ്ങുന്ന പണം ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ ചേരുന്നതിനുള്ള ഫീസ് തന്നെയാണ്. അതും പലിശയുടെ മറ്റൊരു രൂപമാണ്. ഇനി മൂന്നാമത്തെ വിലക്ക് മൈസിർ. സിമ്പിളായി പറഞ്ഞാൽ ചൂതാട്ടം. സൂറത്തുൽ മായിദയിലെ 90-ാം ആയത്തിൽ ഖുർആൻ ഇതിനെ പിശാചിന്റെ മ്ലേച്ഛമായ പ്രവൃത്തി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ് ചൂതാട്ടത്തിന്റെ അടിസ്ഥാനം? അവിടെ ഭാഗ്യത്തിന് വലിയൊരു പങ്കുണ്ട്. പിന്നെ ഒരാളുടെ ലാഭം എന്ന് പറയുന്നത് മറ്റൊരാളുടെ നഷ്ടത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ വരുന്ന ഏതിടപാടും ചൂതാട്ടമാണ്. ഈ പറഞ്ഞ കാര്യം MLMന് എത്രത്തോളം ചേരുന്നുണ്ടെന്ന് നോക്കൂ. നിങ്ങളൊരു തുക മുടക്കി ഇതിൽ ചേരുന്നു. നിങ്ങൾക്ക് ആളുകളെ ചേർക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ടീം നന്നായി പ്രവർത്തിച്ചാൽ, അതായത് ഒരുതരം ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭം കിട്ടും, അല്ലെങ്കിൽ മുടക്കിയ പണം പോയി. ഫലമെന്താകുമെന്ന് ഒരു ഉറപ്പുമില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പിരമിഡിന്റെ മുകളിലുള്ള കുറച്ചുപേർക്ക് കിട്ടുന്ന വലിയ ലാഭം എവിടെ നിന്നാണ് വരുന്നത്? താഴെത്തട്ടിൽ ചേരുന്ന, പണം നഷ്ടപ്പെടുന്ന ഭൂരിപക്ഷം ആളുകളുടെ കയ്യിൽ നിന്നാണ്. ഇത് ചൂതാട്ടത്തിന്റെ അതേ ഘടന തന്നെയല്ലേ? ഓക്കെ, ഇനി നാലാമത്തെ കാര്യം. ഇത് കുറച്ചൊരു ടെക്നിക്കൽ വിഷയമാണ്.
ഒരു കച്ചവടത്തിൽ 2 ഇടപാടുകൾ പാടില്ല എന്നത്. അതായത് ബയ്യത്തൈനി ഫി ബൈ. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പ്രവാചകൻ ഇത് നിരോധിച്ചിട്ടുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? ഒരു കച്ചവടം നടക്കണമെങ്കിൽ നിങ്ങൾ വേറൊരു കച്ചവടം കൂടി ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല. MLM-ൽ നടക്കുന്നത് കൃത്യമായി ഇതുതന്നെയാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ ചേർക്കാനുള്ള ഒരു ഏജന്റ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അവരുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങണം. കണ്ടോ, ഇവിടെ 2 ഇടപാടുകൾ ഒരുമിച്ച് വരികയാണ്. 1 സാധനം വാങ്ങുക എന്ന കച്ചവടം, 2 ഏജൻസി എടുക്കുക എന്ന കരാറ്. ഇതിൽ ഏജൻസി കിട്ടണമെങ്കിൽ സാധനം വാങ്ങണം എന്നൊരു നിബന്ധന വെക്കുകയാണ്. ഇസ്ലാമിക നിയമപ്രകാരം ഇങ്ങനെയൊരു കണ്ടീഷൻ വെക്കുന്നത് തെറ്റാണ്. ഇനി 5ാമത്തെയും അവസാനത്തെയും വിലക്ക്, അക്ലുൽ മാലിബിൽ ബാത്തിൽ, അതായത് മറ്റൊരാളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കരുത് എന്നത്. സൂറത്തുൻ നിസായിലെ 29ാം ആയത്തിൽ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ട് നടത്തുന്ന കച്ചവടത്തിലൂടെ അല്ലാതെ മറ്റൊരാളുടെ സ്വത്ത് അന്യായമായി കൈക്കലാക്കരുത്. MLM-ന്റെ ആ പിരമിഡ് ഘടനയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ താഴെത്തട്ടിലുള്ളവരുടെ പണം മുകളിലുള്ളവരിലേക്ക് ഒഴുകിയെത്തുന്ന രീതിയിലാണ്. പുതിയ ആളുകൾ വരുന്നതെപ്പോ നിർത്തിയോ അപ്പോൾ ഈ സിസ്റ്റം തകരും. അപ്പോൾ ആരാണ് നഷ്ടത്തിലാകുന്നത്? ഏറ്റവും അവസാനം ചേർന്ന ഒരു വലിയ വിഭാഗം ആളുകൾ. അവരുടെ നഷ്ടമാണ് മുകളിലുള്ളവരുടെ ലാഭമായി മാറുന്നത്. ഇത് ചൂഷണമല്ലാതെ, അന്യായമായി പണം കൈക്കലാക്കുന്നതല്ലാതെ മറ്റെന്താണ്? ശരി, ഇതുവരെ നമ്മൾ സംസാരിച്ചത് മുഴുവൻ മതപരമായ വിലക്കുകളെക്കുറിച്ചാണ്. ഇനി നമുക്കിതിന്റെ പിന്നിലെ കണക്കുകളിലേക്ക് വരാം. MLM-ന്റെ ഘടനയിലുള്ള ഒരു ഗണിതശാസ്ത്രപരമായ ചതിക്കുഴി. കാരണം കണക്കുകൾക്ക് നമ്മളോട് കള്ളം പറയാൻ കഴിയില്ലല്ലോ. വളരെ സിമ്പിളായൊരു ഉദാഹരണം നോക്കാം. ഒരാൾ വെറും 2 പേരെ മാത്രം ചേർക്കുന്ന ഒരു ബൈനറി പ്ലാൻ. അതിന്റെ വളർച്ച കണ്ടോ? 1ാമത്തെ ലെവലിൽ 2 പേര്, 2ാമത്തേതിൽ 4, അങ്ങനെ പോയി 13ാമത്തെ ലെവലെത്തുമ്പോഴേക്കും അത് 8000 പേർ കവിഞ്ഞിരിക്കും. ഇനിയൊരു 33ാമത്തെ ലെവലെത്തുമ്പോഴോ സംഖ്യ 800 കോടിയിലധികം വരും. അതിന്നത്തെ ലോകജനസംഖ്യയേക്കാൾ കൂടുതലാണ്. അപ്പോൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? ഈ ചെയിനിനെപ്പോഴും ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഇത് പൊളിയും, തീർച്ചയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഞെട്ടിക്കുന്ന കണക്കാണ്. അമേരിക്കയിലെ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ, അതായത് FTC, നടത്തിയ പഠനങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? MLM സ്കീമുകളിൽ ചേരുന്ന 99%-ലധികം ആളുകൾക്കും പണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, 99%. അപ്പോൾ നോർത്തു നോക്കൂ, വിജയിക്കാൻ 1%-ൽ താഴെ മാത്രം സാധ്യതയുള്ള ഒരു കളി. അതിനെ ചൂതാട്ടമെന്നല്ലാതെ നമ്മൾ വേറെ എന്തു പേരിട്ടാണ് വിളിക്കുക? ശരി, ഇതൊക്കെ കേൾക്കുമ്പോൾ MLM-നെ അനുകൂലിക്കുന്ന ആളുകൾ ചില ന്യായീകരണങ്ങളൊക്കെ പറയാറുണ്ട്. നമുക്ക് അതിൽ സാധാരണയായി കേൾക്കുന്ന ചില കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കാം. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അതിനെന്താണ് മറുപടി എന്നുകൂടി നോക്കാം. സാധാരണ കേൾക്കുന്നൊരു ചോദ്യമാണ്, ഇത് സാധാരണ ബ്രോക്കറേജ് പോലെ, അതായത് ഇസ്ലാം അനുവദിച്ച സംസാര പോലെ ഒരു ഏർപ്പാടല്ലേ എന്ന്. അല്ല, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു യഥാർത്ഥ ബ്രോക്കർക്ക് ഈ ജോലി തുടങ്ങാൻ ഒരു എൻട്രി ഫീസും കൊടുക്കണ്ട. അയാൾ സാധനം വിൽക്കുന്നത് അത് ഉപയോഗിക്കാൻ പോകുന്ന ഒരു കസ്റ്റമർക്കാണ്. പക്ഷേ MLM-ലെന്താ? നിങ്ങൾ ആദ്യം പണം കൊടുത്ത് മെമ്പറാകണം. പിന്നെ നിങ്ങൾ സാധനം വിൽക്കുന്നത് വേറൊരു കസ്റ്റമർക്കല്ല, നിങ്ങളെപ്പോലെ ഏജന്റ് ആകാൻ വരുന്ന മറ്റൊരാൾക്കാണ്. അപ്പോൾ രണ്ടും ഒന്നല്ല. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞങ്ങൾ വിൽക്കുന്നത് നല്ല ഹലാലായ പ്രോഡക്റ്റുകളാണല്ലോ. ചിലപ്പോൾ സോപ്പായിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെന്റ്സ് ആയിരിക്കാം. പിന്നെ എങ്ങനെയാണ് ഈ ബിസിനസ് ഹറാമാകുന്നത്? ഇതിനുള്ള മറുപടി ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഒരു കച്ചവടം ഹലാലാകണമെങ്കിൽ അതിലെ ഉൽപ്പന്നം മാത്രം ഹലാലായാൽ പോരാ, ആ കച്ചവടം നടക്കുന്ന രീതിയും ഹലാലായിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അരി ഹലാലായ ഒരു സാധനമാണ്, പക്ഷേ ആ അരി പലിശയ്ക്ക് വിറ്റാൽ അത് ഹറാമാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ചൂതാട്ടവും അനിശ്ചിതത്വവും വഞ്ചനയുമൊക്കെയുള്ള ഒരു രീതിയിലൂടെയാണ് നിങ്ങൾ ഹലാലായ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതെങ്കിൽ പോലും ആ കച്ചവടവും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഹറാമാണ്. ശരി, ഇനി എന്റെയോ നിങ്ങളുടെയോ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കപ്പുറം ഈ വിഷയത്തിൽ ലോകമെമ്പാടുമുള്ള പ്രമുഖരായ ഇസ്ലാമിക പണ്ഡിതന്മാരും പണ്ഡിത സഭകളും എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതോടെ കാര്യങ്ങൾക്കൊരു വ്യക്തത വരുമല്ലോ. സൗദി അറേബ്യയിലെ ഏറ്റവും ഉന്നത പണ്ഡിത സഭയാണ് ലജ്നത്തുദ്ദായിമ. അവരുടെ 22,935 നമ്പർ ഫത്വയിൽ, അതായത് മതവിധിയിൽ, വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രീതിയിലുള്ള ഇടപാടുകൾ ഹറാമാണ്, അതായത് നിഷിദ്ധമാണ്. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഇതുവരെ സംസാരിച്ച പലിശ, അനിശ്ചിതത്വം, അന്യായമായ സമ്പാദ്യം, ഇതെല്ലാം അതിൽ ഒരുമിച്ച് വരുന്നുണ്ട്. ഇതുമാത്രമല്ല, OIC-യുടെ ഫിഖ് അക്കാദമി പോലുള്ള മറ്റ് അന്താരാഷ്ട്ര പണ്ഡിത സഭകളും ഇതേ നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കാം.
ഒരു ബിസിനസ് കാണാൻ എത്രയൊക്കെ നല്ലതാണെങ്കിലും എത്ര വലിയ ലാഭം വാഗ്ദാനം ചെയ്താലും അതിന്റെ അടിത്തറ ശരിയല്ലെങ്കിൽ, അതിൽ ധാർമ്മികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ പങ്കുചേരുന്നത് ശരിയാണോ? കുറച്ച് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി നമ്മുടെ ധാർമ്മികമായ മൂല്യങ്ങളെ നമ്മൾ ബലി കൊടുക്കണോ? ഇതൊന്ന് ആലോചിക്കേണ്ട വിഷയമാണ്.